കലാപരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ ഇല്ല, പുരികത്തെണ്ണ വെക്കാനുണ്ട്. ഒരു മിനിറ്റ്. വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലിനകത്ത് ഒഴിച്ചു വെച്ചേക്കും. ഈ ഒരു എണ്ണ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കിൻ കെയർ കേട്ടോ, റോസ് വാട്ടർ ഇല്ലാണ്ടൊന്നും കളിയില്ലായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഫേസിൽ ഓൾറെഡി എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ കഴുത്തിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. നെക്സ്റ്റ് വണ്ണ് ഇങ്ങനെ 1 2. നിങ്ങൾക്കൊരു കറക്റ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ് നമുക്കൊരു ഏജിലാകുമ്പം ഇങ്ങനെ സാഗിങ് ആയി. ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, അതിന് മുന്നേ ഞാൻ സലാം ചൊല്ലാഞ്ഞത് ഞാൻ ഓൾറെഡി ബാത്റൂമിലാണ് കേട്ടോ. ബാത്റൂമിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിക്കാണ്ട് ഞാൻ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സുമായിട്ടായിരിക്കും വന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റ് റൊട്ടീനാണേ. എന്നോടാണെങ്കിൽ ഇൻസ്റ്റയിൽ കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, എങ്ങനെയാണ് നമ്മുടെ സ്കിന്ന് കുറച്ച് ടൈറ്റ് ആവുന്നതും അതുപോലെ നമുക്കൊരു 30+ ഒക്കെ, പ്രത്യേകിച്ച് 35 ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഫേസിന് സാഗിങ് ആവും കേട്ടോ. അപ്പോൾ ഈ സാഗിങ് മാറാനും ഫേസ് എങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കാനും എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു ഇട്ടിട്ടുണ്ട് വീഡിയോ, കമൻറ്റ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് മുന്നേയും ഞാൻ ചെയ്തതാണ്. അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ വീഡിയോ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റ് സ്കിൻ റൊട്ടീനാണ്. ഞാൻ എന്നും ചെയ്യുന്ന ഒരു റൊട്ടീനാണിത്. ഒരു ദിവസം പോലും മുടക്കത്തില്ല. എത്ര ലേറ്റായിട്ട് പുറത്തുനിന്ന് വന്നാലും ഞാൻ ഈ ഒരു റൊട്ടീൻ ചെയ്യാണ്ട് ഉറങ്ങത്തില്ല കേട്ടോ. എൻ്റെ പഴയ ഒരു ഫേസിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇതിൽ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡിഫറൻറ്റ് കേട്ടോ. അപ്പം അതുപോലെ കുറേ പേര് ചോദിച്ചായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാവുന്ന കേട്ടോ. അത് എനിക്ക് സത്യം പറഞ്ഞാൽ പൊട്ടും സമയമില്ല. ഒന്നാമെന്ന് പറഞ്ഞാൽ 4:30 ആവുന്നുണ്ടെങ്കിൽ ബാങ്ക് വിളിക്കും. ഇപ്പോൾ ഇവിടെ രാത്രി കൂടുതലും പകല് കുറവാണ്. അപ്പോൾ ഒന്ന് ഫുഡ് കുക്ക് ചെയ്തൊന്ന് പുറത്തിറങ്ങുമ്പോഴത്തേന് ഇരുട്ടും. അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോലെ ഒരു വ്യൂ ഒക്കെ കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കേട്ടോ. സമയമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ചെയ്യുമോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിലോട്ട് പോകാവേ. അപ്പം ഞാൻ ഈ ഷാൾ ആദ്യം ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് കുത്തട്ടെ. അപ്പം ഞാൻ ഡെയിലി ചെയ്യുന്ന എണ്ണയാണിത് കേട്ടോ. ഇതാണ് അവക്കാഡോൻ്റെ ഓയിലാണ്. ഇതിവിടെ എത്രയായിരുന്നു, 5 something ആണ് വരുന്നത് കേട്ടോ. ഈ ഒരു എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഈ ഒരു എണ്ണയിൽ എനിക്ക് സാധാ മറ്റുള്ള എണ്ണ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പിമ്പിൾസ് വരും, അലർജി ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് അലർജി ഇല്ലാത്ത എണ്ണയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. ആൽമണ്ടോ ഇതോ, പിന്നെ നാട്ടിൽ വേറൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ, എൻ്റെ വായിലിരിക്കുന്നു, മറന്നുപോയി. അപ്പോൾ നമുക്ക് വേണ്ട ഈ എണ്ണ കുറച്ച് ആദ്യം ഫേസിൽ അപ്ലൈ ആവേ. വേണ്ടേ അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫേസിൽ ഓൾറെഡി എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ കഴുത്തിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങൾ ഇങ്ങനെ ഒരു മാസം കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. നമുക്ക് ഈ ഒരു ജോ ലൈനൊക്കെ കറക്റ്റായി വരും. അതുപോലെ നമ്മുടെ ഈ ഒരു ഇവിടെ ഉള്ളൊരു കണ്ണിൻ്റെ അടുത്തുള്ളൊരു പഫ്നെസ് എല്ലാം കുറയും കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് കഴുത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഷാൾ അഴിഞ്ഞെന്ന് തോന്നുന്നു, ഒരു സെക്കൻഡ്. ഇതാദ്യം പുറകോട്ടെ 2 3 4 5 6 7 8 10. ഇങ്ങനെ 10 വട്ടം നിങ്ങൾ 3 തവണ വെച്ച് ചെയ്യണം കേട്ടോ. അപ്പം അതൊന്ന് കഴിഞ്ഞ് ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞത് മുകളിലോട്ട്. ഓക്കെ, ഈ കഴുത്തിൻ്റെ പോർഷനാണ് നമുക്ക് പെട്ടെന്ന് പ്രായമാകുമ്പം ഇങ്ങനെ ചുളിവ് വീഴുന്നത് കേട്ടോ. അപ്പം മുകളിലോട്ടാക്കിയതും ഇങ്ങോട്ടാക്കിയതും നിങ്ങൾ 10 തവണ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 3 തവണയായിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് 1 2 3 ഇനി ഇവിടുന്ന് കണ്ടോ, ഇങ്ങനെ ആക്കിയതും 10 വെച്ച്. ഇപ്പം ഞങ്ങൾക്ക് ചെയ്യുന്നതെല്ലാം 3 തവണ വെച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ.
ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഈ മൂക്കിൻ്റെ അടുത്തുനിന്നാണേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് ഇവിടുന്ന് 1 2 3 4 5 6 7 8 9. നെക്സ്റ്റ് 2 9 ഓക്കെ, ഞാനിപ്പോൾ ഒന്നൊന്നായിട്ട് കാണിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് വണ്ണ് ഇങ്ങനെ 1 2 3 4 5 6 7 8 9 കണ്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഫോർഹെഡാണ് കേട്ടോ. ഫോർഹെഡിൽ ആ ഒരു ഫൈൻ ലൈൻസ് ഒന്നും വരാതിരിക്കാനേ ആദ്യം ഇങ്ങനെ ഇങ്ങനെ 10 തവണ. ഇനി നമ്മുടെ കണ്ണിൻ്റെ അടുത്ത് 1 2. അങ്ങനെ നമ്മുടെ ഈ കണ്ണിൻ്റെ പോർഷനും 10 തവണ വെച്ച് ചെയ്യണം കേട്ടോ. അപ്പം എന്ത് ചെയ്താലും 10 തവണ വെച്ച് 3 തവണയായിട്ട് ചെയ്യണേ. ഇനി ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല ഇരുന്നാണ്ട് ഈ ഒരു റോളറുണ്ട് കേട്ടോ. റോളർ വെച്ച് വേണ്ട ഇങ്ങനെയും 10 തവണ. നിങ്ങൾക്കൊരു കറക്റ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് റിസൾട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫേസ് നമുക്കൊരു ഏജിലാകുമ്പം ഇങ്ങനെ സാഗിങ് ആയി പോവും. ഇതാകുമ്പം ആ മുഖത്തെ ഒരു ഫാറ്റ് എല്ലാം പോവും. എനിക്കൊക്കെ ആണെങ്കിൽ മുഖത്ത് ഫാറ്റൊന്നും പോത്തറയില്ല എത്ര വണ്ണം കുറഞ്ഞാലും കേട്ടോ. മുഖത്തിന് പ്രത്യേകം ചെയ്യണം. ചിലരൊക്കെ പറയുന്നതൊക്കെ അവർക്കൊക്കെ മുഖത്തിന് ആദ്യം വണ്ണം കുറയുന്നത്. എന്നെ സംബന്ധിച്ച് മുഖത്തിന് ഭയങ്കര വണ്ണമാണ് കേട്ടോ. ആരൊക്കെ ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് കാണത്തില്ലായിരുന്നു, കുഴിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ ജെഡി റോളർ കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ പോയപ്പം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഗുവാഷയുടെ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു, ആ പുതിയ പൊട്ടിച്ചു കളഞ്ഞു. ആ സ്റ്റോൺ സെറ്റായിരുന്നു. പിന്നെ ഇതും 10 തവണ വെച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ ഫേസിൻ്റെ മസാജ് കഴിഞ്ഞു കേട്ടോ. ഇത് എല്ലാ ദിവസവും ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് മെയിനായിട്ട് എൻ്റെ സ്കിന്ന്. ഇങ്ങനെ എൻ്റെ പഴയ ഫോട്ടോ ഞാൻ കാണിക്കാതെ പറഞ്ഞില്ല, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു എണ്ണയിട്ടുള്ള മസാജാണ് ഡെയിലി ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. വാഷ് ചെയ്തിട്ടാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. അപ്പം എന്നിട്ട് ഞാൻ സെത്താപ്പിൻ്റെ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ ഡോവിൻ്റെ സോപ്പായിരുന്നു, അതിപ്പോൾ ഞാൻ സെത്താപ്പിലോട്ട് മാറ്റി. കാരണം സെത്താപ്പിൽ കുറച്ച് ഓക്കെ ആയിട്ട് തോന്നി. ഫേസ് വാഷ് ചെയ്ത് അയ്യോ ഞാൻ മറന്നു പോയിട്ടാ. ഞാൻ അവിടെ ഇത് കണ്ടോ മൂക്കിൻ്റെത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. മൂക്കിന് ഞാൻ മസാജ് ചെയ്യുന്നുണ്ട്. മൂക്കിൽ ഇത് ഈ എണ്ണ തേച്ചിട്ട് തന്നെ നമ്മുടെ ഈ വിരൽ കണ്ടോ, ഈ മോതിര വിരൽ കൊണ്ട് ഇത് ഇങ്ങനെ ആക്കും കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് മുകളിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് മുകളിലോട്ട് അതും ഒരു 10 തവണ വെച്ച് ചെയ്യണം. മറന്നുപോയി. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഇത് കണ്ടോ, അതായത് ഇവിടുന്ന് നീളം വന്ന് ഇവിടെ ഇങ്ങനെ ഒരു കറക്റ്റ് ഷേപ്പിന് കിട്ടും. മറന്നുപോയി മൂക്കിൻ്റെ കാണിക്കാൻ. അങ്ങാടി നോക്കിയപ്പോഴാണ് ഞാൻ ഓർത്ത് മൂക്കിൻ്റെ കാണിച്ചില്ലല്ലോ. ഇനി നമ്മുടെ സ്കിൻ കെയർ കേട്ടോ. റോസ് വാട്ടർ ഇല്ലാണ്ടൊന്നും കളിയില്ല എനിക്ക് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ടോണറാണ് റോസ് വാട്ടർ. തണുപ്പാന്നറിയോ.
വെച്ചിട്ട് ആണ് അബ്സോർവായിട്ട് ഐസ് സെറമാണ് കേട്ടോ. ഐസ് സെറം ഇത് പിന്നെ ലോറിയലിൻ്റെ ആണ് കേട്ടോ. ലോറിയലിൻ്റെ ഐസ് സെറമാണ്. ഇതിനകത്ത് നിയാസിനമൈഡും അതുപോലെ ഗ്ലൈക്കോണിക്കും ഒക്കെ ചേർന്നൊരു സെറമാണ്. നമ്മുടെ കണ്ണിനടിയിലുള്ള പഫ്നെസ്സും അതുപോലെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ പോകും കേട്ടോ. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇവിടെ 10 ദിനാറാണ്. 10 ദിനാർ മിനിമം എത്ര ആവും? 1000 സംതിങ് ആവും തോന്നുന്നു കേട്ടോ. പക്ഷേ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ നമുക്ക് കുറേ നാൾ ലോങ് ലാസ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് കണ്ണിനടിയിലാകുമ്പോൾ കുറച്ച് മതിയല്ലോ. ഇതിൽ തന്നെ ഒരു റോളറുണ്ട്. കൊടുത്തിട്ട് കണ്ട ഓക്കെ. ഇനി നമുക്ക് നിയാസിനമൈഡ് സെറമാണ് ഞാനിപ്പോൾ യൂസ് ആക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് ഈ സ്കിന്നിൽ നിന്ന് ഞാൻ പിന്നെ ഹെയർ റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ നിയാസിനമൈഡാണ് നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചത്. ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരുപാട് ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു, എല്ലാം പോയി. നമ്മുടെ നിയാസിനമൈഡ് സെറം ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഞാൻ സ്നെയിൽ അഡ്വാൻസ് 96ൻ്റെ നമ്മുടെ ഒച്ചിൻ്റെ ഒരു സെറം ഉണ്ടല്ലോ, ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചിലർ വീഡിയോ ഇടുമ്പോൾ പറയും ഇന്നേ വരെ നൈറ്റ് സ്കിൻ കെയർ പോലും റൊട്ടീൻ പോലും ചെയ്യാത്ത എത്ര പേരുണ്ടെന്ന് ചോദിച്ച് കമൻറ്റ് കാണാം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഫേസ് നമുക്ക് കുറച്ച് ഏജൊക്കെ ആകുമ്പോഴും നമ്മുടെ ഫേസിന് നമ്മളെ ഒരു ഗ്ലോയിങ്ങും സാഗിങ്ങും ഒന്നും ഇല്ലാണ്ട് ഇരിക്കും. ഡേ കെയറിനേക്കാളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നൈറ്റ് കെയർ കേട്ടോ. ഓക്കെ, അതിട്ട് കഴിഞ്ഞു. ഇനി ഞാനിടുന്ന ക്രീം എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഫാർമസിസിൻ്റെ ആണ് കേട്ടോ. ഞാൻ ഈ ലോറിയലിൻ്റെ തന്നെ നൈറ്റ് ക്രീം ആണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനത് ചേഞ്ച് ആക്കിയിട്ട് ഞാൻ ഇത് മാറ്റി. ഇതാകുമ്പം പോളണ്ടിൻ്റെ ആണ് കേട്ടോ. പോളണ്ടിൻ്റെ ഒരു ട്യൂബാണ്. ഇവരുടെ തന്നെയാണ് ഞാൻ ഈ സൺബ്ലോക്കും ഫൗണ്ടേഷനും ഇതിൻ്റെ തന്നെയാണ് കേട്ടോ. സെറ്റ് സാധനമാണ്. അങ്ങനെ ചിലതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഈ അലർജിയൊക്കെ വരുമല്ലോ, പിമ്പിൾസൊക്കെ. ഇതൊന്നും അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്, ഫാർമസിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊന്നും കിട്ടത്തില്ല, ഫാർമസിയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. നൈറ്റിലിടുന്ന ക്രീം എപ്പോഴും കുറച്ച് നല്ലതായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഫേസിൻ്റെ കലാപരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ ഇല്ല, പുരുകത്ത് എണ്ണ വെക്കാനുണ്ട്. ഒരു മിനിറ്റ് വേണ്ടേ. ഇനി പുരുകത്തിലിട്ട് കൊടുക്കുന്ന എണ്ണ. ഇത് കാസ്റ്റർ ഓയിലും മറ്റേ ഉള്ളിയുടെ നീരുണ്ടല്ലോ അതും കൂടെ അതും വെളിച്ചെണ്ണയും കാസ്റ്റർ ഓയിലും വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലിനകത്ത് ഒഴിച്ചു വെച്ചേക്കും. ഈ ഒരു എണ്ണ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, വേണേൽ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം. ഇതാണ് രാത്രി ഇട്ടുകൊണ്ട് കിടക്കുന്നത്. ഓക്കെ. ഇനി ഹെയറിൽ സെറമാണ് തേക്കുന്നത് കേട്ടോ. സെറം തേച്ച് മുഖത്തെല്ലാം കഴിഞ്ഞു. അയ്യോ, ഞാൻ നെയ്യ് എടുക്കാൻ മറന്നുപോയി. വേണ്ടേ, നെയ്യ് എടുത്തോണ്ട് വന്ന് ഇത് നാട്ടിലുള്ള നെയ്യാണ് കേട്ടോ. ഇതാണ് രാത്രിയിലും രാവിലെയും ചുണ്ടത്തിട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു എന്താ പിന്നെ പിഗ്മെൻറ്റേഷൻ വരുമല്ലോ, അതാ വരത്തില്ല നെയ്യിട്ട് കൊടുത്താൽ. ഇനി നമ്മൾ ഹെയറിൽ താണ്ട സെറമാണ്, ഹെയറിൻ്റെ ആർഗാനോളിൻ്റെ സെറമാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. മുടി രാത്രിയിൽ നമ്മൾ പിന്നിക്കെട്ടി വെച്ച് കിടന്നാലേ മുടി പൊട്ടാണ്ട് കിളിച്ചിറങ്ങത്തുള്ളൂ കേട്ടോ. ഓക്കെ, സെറം തേച്ചിട്ടുണ്ട്. ഇനി തലമുടി ചീവെക്കാം. മുടി പിന്നിട്ട് വരാവേ. അപ്പം തന്നെ സെറം തേച്ചിട്ട് നമ്മുടെ മുടി ഇതാ
പിന്നി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും ഉറങ്ങാൻ മുമ്പ് കെട്ടി വെച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അഴിച്ചിടത്തരയില്ല. അങ്ങനെ നമ്മുടെ മുടിയുടെ കഴിഞ്ഞു. ഇനി നമുക്ക് സെറത്തിനൊരു ഇതാണ്. ഇനി നമ്മുടെ ഫൈനൽ ടച്ചപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൈയും കാലും. ഇത് ബാത്ത് ആൻഡ് ബോഡിയുടെ ആണ് കേട്ടോ. ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു മോയ്സ്ചറൈസറാണ്, ലോഷനാണ് കേട്ടോ, ബോഡി ക്രീം. ഇത്ര എടുത്തിട്ട് ഇതിലോട്ട് ഈ ഷാള് തലയിൽ കിടക്കൂല. ഇതിലോട്ട് നമ്മൾ ഗ്ലിസറിൻ ഇട്ട് കൊടുക്കണം. ഏത് ലോഷൻ ഇട്ടാലും അതിൻ്റെ കൂടെ ഗ്ലിസറിന് മിക്സ് ചെയ്ത് കൊടുക്കണം. അന്നേരം നമ്മുടെ കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും ഒക്കെ അടുത്ത് നമ്മുടെ ബ്ലാക്ക് അടയാളം വരുമല്ലോ, അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഇതിട്ട് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ റോസ് വാട്ടർ ഇതിട്ട് കൊടുത്തിട്ട് കാലിലും കയ്യിലും കേട്ടോ. കയ്യിൻ്റെ ഇത്രയും ഭാഗത്ത് വിരലിട്ട് കൊടുക്കത്തില്ല. ഇത്രയും ഭാഗത്ത് കണ്ടോ, കണ്ടോ, ഈ കാലിലും. അപ്പം നമ്മൾ കയ്യിൻ്റെതും കഴിഞ്ഞ് ഇനി നമ്മുടെ ഈ ഒരു പോർഷൻ ഇട്ട് കൊടുക്കുന്നത് ഈ എണ്ണയാണ്. ഈ എണ്ണ ഉണ്ടാക്കുന്നത് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയിലെ എണ്ണയാണ് ഇത് കേട്ടോ. വേണ്ട, ഇത് ഞാൻ ചെറിയൊരു കുപ്പിൽ ഒഴിച്ച് വെച്ചേക്കും ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി. കുറച്ച് മതിയല്ലോ കയ്യിൽ. അപ്പോൾ ഈ എണ്ണയാണ് ഈ കൈയിൻ്റെ പുറത്തിട്ട് കൊടുക്കുന്നത്. കണ്ടോ? അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ കേട്ടോ. നിങ്ങളെല്ലാവരും അപ്പോൾ നിങ്ങൾ ഈ എണ്ണ ഇടുന്നത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര റിസൾട്ടാണ്, ഞാൻ ഗ്യാരണ്ടി കേട്ടോ. ഞാൻ ഇപ്പം ഒരു ഓൾമോസ്റ്റ് 1 ഇയറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര റിസൾട്ടാണ്. ആദ്യമൊക്കെ എൻ്റെ മുഖം കാണുമായിരുന്നു. അപ്പം എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഞാൻ പോയി ഉറങ്ങാം കേട്ടോ. 11 മണിയായി. അപ്പോൾ ഇതാണ് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെ താങ്ക് യു.